ഹായ് മക്കളെ, വെൽക്കം ടു ന്യൂട്ടൺസ്. അങ്ങനെ നമ്മുടെ എക്കണോമിക്സിന്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്, ഓണം എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അത്യാവശ്യം പരീക്ഷ കഴിഞ്ഞിട്ട് കിട്ടിയതൊക്കെ നല്ല എളുപ്പമുള്ള എക്സാം ആയിരുന്നു. പറഞ്ഞിരുന്ന ചോദ്യങ്ങൾ എല്ലാം അതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ലൈവ് കണ്ടിട്ട് കുറേ പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെൽപ്ഫുൾ ആയിരുന്നു സാറേ, കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്ര ചോദ്യങ്ങൾ ചോദിച്ചു എന്നറിയണ്ടേ? അത് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഡയറക്റ്റും ഇൻഡയറക്റ്റ് ഒക്കെ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 80 മേടിക്കാനുള്ള കണ്ടന്റും ഏകദേശം ആ 2.5 മണിക്കൂറുള്ള നമ്മുടെ യൂട്യൂബ് ലൈവ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരുന്നു. ഓക്കെ, ഞാൻ വെറുതെ പറയുന്നതല്ല, കറക്റ്റ് പ്രൂഫ് ആയിട്ടാണ് ഇന്ന് നമ്മുടെ ഈ ഒരു ആൻസർ കീ ഡിസ്കഷൻ സെഷനിൽ വന്നേക്കുന്നത്. ഓക്കെ, ദാ ഇതൊന്ന് നോക്കിയ എല്ലാവരും. യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 1 മുതൽ നമ്മുടെ എക്സാമിനുള്ള 33ാമത്തെ ചോദ്യം വരെ ക്വസ്റ്റ്യൻ ഏതാണ്, നമ്മൾ എത്രാമത്തെ മിനിറ്റിലാണ് അത് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഒരു 3 ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തതിന്റെ കാര്യം, അത് ചോദിച്ചിട്ടുണ്ടായി, പക്ഷെ അത് ഡയറക്റ്റ് ചോദ്യമായിരുന്നില്ല. പറഞ്ഞതുപോലെ ഡയറക്റ്റ് ചോദ്യമായിരുന്നില്ല, അത് കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിരുന്നത്. ബാക്കി എല്ലാ ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞതായിരുന്നു, ഇൻക്ലൂഡിങ് ടൈം സ്റ്റാമ്പ് അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് ഇതേപോലത്തെ ക്ലാസ്സുകൾ കിട്ടാനായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് ആൻസർ ഡിസ്കഷനിലോട്ട് പോകാം. ഏറ്റവും ആദ്യം ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു, ദ വൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഈസ് നോൺ ആസ്, എന്താ അറിയപ്പെടുന്നത്? അത് യൂട്ടിലിറ്റി ആണ് കേട്ടോ. ഓക്കെ, ഏത് ആൻസർ? യൂട്ടിലിറ്റി. പെട്ടെന്ന് ആൻസേഴ്സ് പറഞ്ഞു പോവാണ് കേട്ടോ. എഴുതിയ ആൻസറും ഇതും കറക്റ്റ് അല്ലേ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയേക്കുക. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. അടുത്തത് അതർ തിങ്സ് റിമെയിൻസ് അൺചേഞ്ച്ഡ് അല്ലെങ്കിൽ സെയിം. There is an inverse relationship between price and the quantity demanded. This law is known as, മറ്റ് സംഭവങ്ങളെല്ലാം മാറ്റമില്ലാതെ നിൽക്കുകയും പിന്നെ ഈ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണെന്ന് പറയുന്നത് ലോ ഓഫ് ഡിമാൻഡ്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്നൊക്കെ തലേ ദിവസം കറക്റ്റ് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഇതെന്തായാലും ചോദിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന. അടുത്തത് ഇന്ത്യ മാർക്കറ്റ് ഇക്കോണമി, ദ സെൻട്രൽ പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ബൈ. മാർക്കറ്റ് ഇക്കോണമി ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ആരായിരിക്കുള്ളൂ? പ്രൈസ് മെക്കാനിസം ആയിരിക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ്, ദ ബേസിക് എക്കണോമിക് പ്രോബ്ലം ഹൗ ടു പ്രൊഡ്യൂസ് ഈസ് റിലേറ്റഡ് വിത്ത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം. ഫുൾ എംപ്ലോയ്മെന്റ് ആണോ, ഡിസ്ട്രിബ്യൂഷൻ ആണോ? നൺ ഓഫ് ദീസ് എന്തായാലും വരില്ല, ഇതിൽ ഒരെണ്ണത്തിലായിരിക്കുള്ളൂ. യെസ്, റിലേറ്റഡ് ടു ടെക്നോളജി. ടെക്നോളജി യൂസ് ചെയ്തിട്ടല്ലേ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അടുത്തത് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ അതിൽ കറക്റ്റ് സ്ട്രെസ് ചെയ്ത് നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ള സെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് എ ഫാമിലി ഓഫ് ഇൻഡിഫറൻസ് കർവ് ഈസ് നോൺ ആസ്. പരീക്ഷയ്ക്ക് എന്താ കറക്റ്റ് ആ ലൈനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ, മാപ്പൊക്കെ കാണിച്ചു തന്നിട്ട്. ഓക്കെ, ഇൻഡിഫറൻസ് കർവുകളുടെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നതാണ് ഇൻഡിഫറൻസ് മാപ്പ്. ഏറ്റവും മുകളിൽ നിൽക്കുന്നവനാണ് ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഫാമിലി ഓഫ് ഇൻഡിഫറൻസ് കർവ് ഈസ് നോൺ ആസ് ഏതാ പറയേണ്ടത്? ഇൻഡിഫറൻസ് മാപ്പ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ദ വാല്യൂ ഓഫ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അന്ന് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ക്ലാസ് എടുത്ത സമയത്ത് ഓരോ 5 ടൈപ്പ് ഉണ്ട്, ഡിഗ്രി ഓഫ് ലെവൽ ഓഫ് ഡിഫറെന്റ് ലെവൽ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ട് 5 എണ്ണവും എഴുതിയിട്ട് അതിന്റെ അപ്പുറത്ത് എന്താണ് 0 ആണോ, ഇൻഫിനിറ്റി ആണോ, 1 ആണോ, -1 ആണോ, അതല്ലെങ്കിൽ അങ്ങനെ കറക്റ്റ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് നോക്കി വെച്ചോ, നാളെ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും. അതല്ലെങ്കിൽ എല്ലാം കൂടെ പറഞ്ഞിട്ടുള്ള ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള ചോദ്യം ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എക്സാക്ട് അതേപോലെ 1 മാർക്ക് സെക്ഷനിലും ചോദിച്ചു, ഗ്രാഫിന്റെ സെക്ഷനിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഏതാ പറയാ? ഇൻഫിനിറ്റി ആണ് പറയാ. ഓക്കെ, ദ ഷേപ്പ് ഓഫ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഈസ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഗ്രാഫും വരച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഷേപ്പ് ഇന്നതാണ് എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പറയാതെ പോയ ചോദ്യങ്ങളിൽ ഒരെണ്ണം ഇതായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോ എന്നാലും ഈ ഒരു ചോദ്യം ഒന്നും നമ്മൾ അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൂടെ 80-ൽ 80 കിട്ടുമായിരുന്നു. കാരണം ഏതെങ്കിലും 8 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അത് ഓർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 80-ൽ 80 മേടിക്കാനുള്ള മാർക്കിനുള്ള കണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി. അപ്പൊ ഷേപ്പാണ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. ആ ഒരു ടേം കറക്റ്റ് ലൈവിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് അവിടെ വരുന്ന ആൻസർ. അടുത്തത് ദ ഫേം ഓപ്പറേറ്റിംഗ് ഇൻ ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ IRS. ഇൻക്രീസിങ് ഇറ്റ് ഇൻപുട്ട് ബൈ 10%. എന്താ നമ്മൾ കറക്റ്റ് ആ സെക്ഷൻ എടുത്തപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായി. ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ, ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനേക്കാൾ കൂടുതൽ, ഇൻപുട്ടിനേക്കാൾ കൂടുതൽ ഇൻക്രീസിംഗ്
ഇനി ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻപുട്ടിനേക്കാൾ കുറവ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻപുട്ടിന് ഈക്വൽ ആയിട്ട് ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വിൽ ഇൻക്രീസ് ബൈ 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10% കൂടും എന്നല്ല പറഞ്ഞേക്കുന്നത്, 10നേക്കാൾ കൂടുതൽ വേണം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ ഇവിടെ ബി ആയിരിക്കും. ബാക്കി ഇൻക്രീസ് ലെസ് ദാൻ 10%, അങ്ങനെ ഡിമിനിഷിംഗ് ആവും. ഓക്കെ, ഡിക്രീസ് ബൈ 10%, അതും എന്തായാലും വരില്ല. ഇൻക്രീസ് ബൈ 10% എന്ന് പറഞ്ഞാൽ 10% കൂടിയിട്ടുള്ളൂ എന്നർത്ഥം. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ആൻസർ കറക്റ്റ് ബി ആണ്, ഒരേ പൊളി. ഓക്കെ, യെസ്. അപ്പോൾ 10% എന്നാണ് കിട്ടുന്നത്, മോർ ദാൻ 10% ഇൻക്രീസിംഗ് ആണെങ്കിൽ. when the TP is maximum, MP is TP മാക്സിമത്തിൽ എത്തുമ്പോൾ എം പിക്ക് എന്താ സംഭവിക്കും, എം പി ഏത് പോയിന്റിലേക്ക് എത്താം, നമ്മൾ കറക്റ്റ് ആ ഒരു ഗ്രാഫിൽ പഠിച്ചിട്ടുണ്ട്. എം പി കറക്റ്റ് അവിടെ 0-ൽ എത്തും. ഇതേപോലത്തെ ഒരു ചോദ്യം ഉണ്ടായി, ടി പി എ പി എം പിയുടെ ഒരു എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായി, ഗ്രാഫ് വരയ്ക്കാനായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. ടി പി മാക്സിമത്തിൽ എത്തുന്ന സമയത്ത് എം പി 0-ലായിരിക്കും. ഇത് വരച്ച് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ലൈവിൽ വെച്ചിട്ട് വരപ്പിച്ചാണ് എല്ലാവരെയും കൊണ്ടും ചെയ്ത് പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഇവിടത്തെ 8 മാർക്കും കിട്ടും, അവിടത്തെ 1 മാർക്കും കിട്ടുമായിരുന്നു. ദാറ്റ് മീൻസ് 9 മാർക്ക് ഒറ്റയടിക്ക് ആ വഴിക്ക് കിട്ടുമായിരുന്നു കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഈ 10 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 എഴുതിയിരുന്നാൽ മതി. അതിൽ ഒരെണ്ണമാണ് നമ്മൾ കറക്റ്റ് എടുത്ത് സ്പെസിഫൈ ചെയ്ത് പറയാത്തതായിട്ട് വന്നിരുന്നത്. സോ നമ്മൾ ഫുൾ മാർക്ക് വന്ന് സ്കോർ ചെയ്തിട്ടുണ്ടാവും. നേരെ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകുന്നു. 11 to 15 2 മാർക്കിന്റെ ചോദ്യം. റൈറ്റ് എനി വൺ എക്സാമ്പിൾ ഓഫ് നോർമൽ ഗുഡ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്. എന്താ നോർമൽ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ക്ലോത്ത്, ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് കൂടും ഇൻകം കൂടുമ്പോൾ അതിനെ പറയുന്നതാണെന്ന് പറയുന്നത് ഈ പറയുന്ന നോർമൽ ഗുഡ് എന്ന് പറയുന്നത്. ഇൻഫീരിയർ ഗുഡ്, കോഴ്സ് ബജ്ര റാഗി, ഡിമാൻഡ് ഫാൾസ് വെൻ ഇൻകം റൈസസ്. നമ്മൾ പല എക്സാമ്പിൾ നമ്മളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻഫീരിയർ ഗുഡിന്റെ. ഏതെങ്കിലും എക്സാം എഴുതിയാൽ മതി, എക്സാമ്പിൾ എഴുതിയിരുന്നാൽ മതി. നമ്മൾ കാറും ഓർഡിനറി ബസ്സും അതേപോലെ ഇതൊക്കെ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞിരുന്നതാ. അതായത് ചില സാധനങ്ങളുടെ ഡിമാൻഡ് കുറയും, ഇൻകം കൂടി കഴിയുമ്പോൾ. നമ്മൾ ലൈവിൽ പറഞ്ഞ എക്സാമ്പിൾ ഏതായിരുന്നു? അതായത് ഒരാൾ സ്ഥിരമായിട്ട് ഓർഡിനറി ബസ്സിൽ പോകുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ഇൻകം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പോകാനുള്ള ഒരു ഡിമാൻഡ് കുറഞ്ഞിട്ട് ആൾ എന്ത് ചെയ്യും, കൂടുതലും ചൂസ് ചെയ്യുന്നത് പ്രൈവറ്റ് വെഹിക്കിൾസ് ആയിരിക്കുള്ളൂ. സോ കഴിഞ്ഞു. ഈ 2 എഴുതി വെച്ചാൽ നമുക്ക് കിട്ടും 2 മാർക്ക്. ഓക്കെ, സിമ്പിൾ. അടുത്തത് കാറ്റഗറൈസ് ദ ഫോളോയിങ് ഇൻടു മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ടീച്ചർ കറക്റ്റ് ആ ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത സമയത്ത് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള കമ്പാരിസൺ ഒന്ന് നോക്കാൻ പറഞ്ഞിരുന്നു. മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ കാര്യവുമായി ബന്ധപ്പെട്ടത്. മാക്രോ എന്ന് പറഞ്ഞാൽ എന്താ, കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ വലിയ കൺസെപ്റ്റാണ്. അപ്പൊ അത് വെച്ച് നോക്കുകയാണെ നമ്മുടെ ആൻസർ ഏതായിരിക്കും. അപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തില്ല, ഡയറക്റ്റ് ആൻസറിലേക്ക് പോവാണ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ ആൻസർ. അഗ്രഗേറ്റ് പ്രൈസ് ലെവൽ മാക്രോ എക്കണോമിക്സ് ആണ്. സർവീസ് ഓഫ് എ ഡോക്ടർ മൈക്രോ എക്കണോമിക്സ് ആണ്. പ്രൈസ് ഓഫ് മാംഗോ ഇൻ മുംബൈ മാർക്കറ്റ്, കാരണം ഒരു മാർക്കറ്റിലെ ചെറിയ കാര്യം മാത്രമല്ല, വലിയ നാഷണൽ ലെവലിലുള്ള കാര്യങ്ങൾ വരുമ്പോഴേ മൈക്രോയിലൊക്കെ പോവുള്ളൂ. സോ രണ്ടാമത്തെയും അതേപോലെ മൂന്നാമത്തെയും മൈക്രോ ആണ്, ആദ്യത്തെയും അവസാനത്തെയും അവിടെ മാക്രോ ആണ്. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടും 2 മാർക്ക്. ഓക്കെ, യെസ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാ ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ഒന്നാമത്തതാണ് അവിടെ വരുന്ന പ്രൊഡക്ഷൻ എന്ന് പറയും. പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് രണ്ടാമത്തത്. ബി എന്ന് പറയുന്ന പോയിന്റ് ഏതാ? പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച്, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, പറഞ്ഞത് ഇതുവരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ ശരിയാക്കിയിട്ടുണ്ടാവും എന്തായാലും. വാട്ട് ആർ ദ ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നുള്ളതിൽ. ഇനി നെക്സ്റ്റ്, ദ ഡിമാൻഡ് കർവ് ഓഫ് എ നോർമൽ ഗുഡ് ഈസ് ഗിവൺ ബിലോ. വെൻ ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഡിക്രീസസ് what happened to the demand curve? Represent it in diagram. അപ്പോൾ ഈ ഡയഗ്രാം വരച്ച സമയത്ത് ഞാൻ കോമൺ ആയിട്ട് സിമ്പിൾ ആയിട്ട് ശരിയാക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരുന്നു. എന്ത് സാധനം കൂടുകയാണ് എന്നുണ്ടെങ്കിലും, കൂടുകയാണെന്ന് പറയുന്നുണ്ടോ ഗ്രാഫ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക, കുറയാണെന്ന് പറയുന്നുണ്ടോ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എങ്ങനെയായിരിക്കും വരുന്നത്, ഇതിന്റെ കറക്റ്റ് ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും വരുന്നത്? ഈ പറയുന്ന സംഭവം ഷിഫ്റ്റ് ആകുകയായിരിക്കും ചെയ്യുന്നത്. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് വെൻ ദി ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഡിക്രീസസ്, the demand curve shift left or inward parallel to the shift since the less demand at every price എന്നുള്ളത് കേട്ടോ. ആ എങ്ങോട്ട് ഷിഫ്റ്റ് ആകുന്നു എന്നുള്ളത് നോക്കിയിരുന്നാൽ മതി. ഓക്കെ, കൺസ്യൂമറുടെ ഇൻകം ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഡിമാൻഡ് എങ്ങോട്ട് കുറയും എന്നുള്ളത്. ഓക്കെ, ഇനി ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഡിഫൈൻഡ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളത് നോക്കാം. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇറ്റ് ഷോസ് ദ ടെക്നിക്കൽ ഓർ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അത്രയും മതി.
Q is equal to F of L and K, ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഷോസ് ദ ടെക്നിക്കൽ ആൻഡ് ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് ഓർത്തിരുന്നേക്കുക. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കഴിഞ്ഞു. അടുത്തത് ലിസ്റ്റ് ഔട്ട് ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ദി ഇക്കോണമി. ഏതൊക്കെയാണ് സെൻട്രൽ പ്രോബ്ലംസ്? ഫസ്റ്റ് ചാപ്റ്ററിൽ കറക്റ്റ് പഠിച്ചിട്ടുണ്ട് സെൻട്രൽ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്നുള്ളത്. എക്സാമിന് മുൻപായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് നിർബന്ധമായിട്ടും നോക്കിയിരിക്കേണ്ട ഒരു കുറച്ച് ചോദ്യങ്ങളുടെ ലിസ്റ്റ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോയിൽ ഷോർട്സിന്റെ സെക്ഷനിൽ ഇട്ടിട്ടുണ്ടായി. അപ്പൊ അതിൽ പറഞ്ഞതാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ദി ഇക്കോണമി നോക്കണം അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ കിടക്കുന്നത്. PPC പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നോക്കണം, അതും എന്തായാലും ചോദിച്ചു. മൈക്രോ എക്കണോമിക് മാക്രോ എക്കണോമിക്സ് കമ്പാരിസൺ നോക്കണം, അതും അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ദി ഇക്കോണമി 3 എണ്ണമാണ്. ഏതൊക്കെയാ? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഇതാണ് 3 സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ദ ഇക്കോണമി എന്ന് പറയുന്നത്. അടുത്തത് 17ാമത്തത് ഡ്രോ 3 കൺസ്ട്രെയിൻഡ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ്. ഏതൊക്കെയാണ് എന്നുള്ളത്. ഡ്രോ ദ 3 കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 3 കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ് ആണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 0, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 1 ആണ്, യൂണിറ്ററി ഇലാസ്റ്റിക് ആയിരിക്കും. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, ഇതാണ് ആ 3 കാര്യങ്ങൾ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, പിന്നെ ഏറ്റവും ലാസ്റ്റ് യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ 3 കേവുകൾ കറക്റ്റ് വരച്ച് പഠിക്കണം. അപ്പോൾ അന്ന് നമ്മുടെ ലൈവിന്റെ ഇടയിലും ആ സെക്ഷൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലാസ്റ്റിസിറ്റി ഏതാണെന്ന് നോക്കണം, ഈ ഗ്രാഫ് നിങ്ങൾ വരച്ച് പഠിക്കണം ഓരോന്നും, വേറെ ഒന്നും നോക്കണ്ട. എത്രയാണ്, ഇൻഫിനിറ്റി ആണോ, -1 ആണോ, +1 ആണോ, ആ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് നോക്കുക. പിന്നെ ഈ ഒരു ഗ്രാഫും കൂടെ വരച്ചു വെക്കണം, ഒരു ഷോർട്ട് ഡെഫിനേഷനും. ഇത്രയും സെക്ഷൻ നോക്കി വെച്ചാൽ എന്തായാലും ഉപകാരപ്പെടും എന്ന് പറഞ്ഞിരുന്നു. സാധാരണ ചിലപ്പോൾ എല്ലാം ചോദിക്കാറുണ്ട്. ഇത്തവണ നമുക്ക് ഈ 3 എഴുതാനേ പറഞ്ഞിരുന്നുള്ളൂ. അടുത്തത് ഗ്രാഫ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത്. ഈ ഒരു ഗ്രാഫ് എനിക്ക് തോന്നുന്നത് ലൈവിന്റെ ഇടയിൽ ഒരാൾ ഡൗട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ ഈ സംഭവം എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടെ പറയുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചിരുന്ന TFC, TVC, പിന്നെ ഏതായിരുന്നു? TFC എന്ന് പറഞ്ഞാൽ ഏതാ? ഫിക്സഡ് ആയിരിക്കും. സോ ഈ നേരെ കാണുന്ന TFC, പിന്നെ ഏറ്റവും മുകളിൽ എന്താ ഇവിടെ TFC ഉണ്ട്, പിന്നെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് ഉണ്ട്, പിന്നെ അതേപോലെ TVC ഉണ്ട്. TVC എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഇതനുസരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ A എന്ന് പറയുന്നത് TC ആണ്, ടോട്ടൽ കോസ്റ്റ് ആണ്. പിന്നെ അതേപോലെ B എന്ന് പറയുന്നത് TVC ആണ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്. C എന്ന് പറയുന്നത് ഏതാ? TFC ആണ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അന്ന് ലൈവിന്റെ ഇടയിൽ ഒരാൾ ഡൗട്ട് ആയിട്ട് ചോദിച്ചപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തന്നിരുന്ന ചോദ്യങ്ങളിൽ ഒന്ന് ഇതാണ് കേട്ടോ. ശരിയാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, എക്സ്പ്ലെയിൻ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ തൊട്ടു മുമ്പേ പറഞ്ഞിരുന്നുള്ളൂ, ആ ഷോർട്സിൽ കറക്റ്റ് ആയിട്ട് നോക്കണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു കർവ് ഒക്കെ നോക്കിയിട്ടുണ്ടാവുമല്ലോ. ദാ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് കുറച്ച് പോയിന്റുകൾ മുകളിലും ഈ ഒരു പോയിന്റിലും ഇവിടെയൊക്കെ ഇട്ടിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ പ്രൊഡക്ഷൻ എങ്ങനെ പോസിബിൾ ആകുന്നു, യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എഫിഷ്യന്റ് ആണോ, ഇനി ഈ ഒരു ലെവലിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം, അണ്ടർ യൂട്ടിലൈസേഷൻ ആണോ, മാക്സിമം യൂട്ടിലൈസേഷൻ ആണോ, അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കപ്പാസിറ്റിക്ക് അപ്പുറമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ നോക്കാം. PPF is a curve showing all possible combinations of two goods that an economy can produce within its given resources and technology, assuming full and efficient utilization of resource. It illustrates the concept of scarcity, choice, and opportunity cost, and is concave to the origin and marginal or increasing the marginal opportunity cost. എന്താണെന്നുള്ളത് ഒരു ഷോർട്ട് ഡെഫിനേഷൻ ആയിട്ട് എന്ത് ചെയ്തിരുന്നാൽ മതി, അവിടെ എഴുതിയിരുന്നാൽ മതി കേട്ടോ. അടുത്തത്, when the price of the tomato increased from 10 when the price of the tomato increased from 10 to 14, the quantity demanded decreases from 5 to 4. Find the price elasticity demand. നമ്മൾ ഈ പറയുന്ന ലൈവിന്റെ തലേ ദിവസം ഒരു 3 ക്വസ്റ്റ്യൻ, ലൈവിന്റെ അന്നും ലൈവിലും നമ്മൾ ഒരു 3 ക്വസ്റ്റ്യൻ ഇതേ മോഡൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇക്വേഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ വരും. എന്തായാലും ഇക്വേഷൻ എന്തായിരുന്നു? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഓർമ്മ വന്നല്ലോ, ഈ ഇക്വേഷനിൽ എഴുതിയിരുന്നാൽ മതി. ഓക്കെ, അപ്പോ ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാ? പ്രൈസ് ഏറ്റവും ആദ്യം 10 ആണ്, പിന്നെ അത് 14 ആയി. അപ്പൊ ഡെൽറ്റ പി എന്ന് പറയുന്നത് അവിടെ 4 ആയിരിക്കും. ഇനി ക്വാണ്ടിറ്റി ഡിമാൻഡ് ആദ്യം 5 ആയിരുന്നു, പിന്നെ അവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന 1 ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് ഇട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് -0.5 ആയിരിക്കും. ദാറ്റ് മീൻസ്
ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലിട്ട് നേരെ സോൾവ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ A to Z കാര്യങ്ങൾ പിന്നെ എഴുതുന്നില്ല, നമുക്ക് പെട്ടെന്ന് ആൻസർ കീ പറഞ്ഞ് അവസാനിപ്പിക്കണം. ഇത് തന്നെയാണ് നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ P പറഞ്ഞിട്ടുണ്ട്, Q പറഞ്ഞിട്ടുണ്ട്, ഇനീഷ്യൽ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്, ചേഞ്ച് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നേരെ ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ അവിടെ ആയി കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ആൻഡ് മാർക്കറ്റ് ഇക്കോണമി. കമ്പാരിസൺ നോക്കിയേക്കാം. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഓൺ റിസോഴ്സ് ആയിരിക്കും. സെൻട്രൽ അതോറിറ്റി ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഹും ടു പ്രൊഡ്യൂസ്. ആപ്ഷൻ മിനിമൽ ആയിരിക്കും. പിന്നെ അതേപോലെ കൺസ്യൂമർ ചോയ്സ് അവിടെ ലിമിറ്റഡ് ആയിരിക്കും. മാർക്കറ്റ് ഇക്കോണമി ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരിക്കും. പ്രൈസ് മെക്കാനിസം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് കൺസ്യൂമർ സോവറിറ്റി എക്സിസ്റ്റ് ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നോക്കിയിരുന്നേക്കുക ഏതൊക്കെയാണ് എന്നുള്ളത്. ഇനി എക്സാക്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ജനറലൈസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് അവിടെ പറഞ്ഞു എന്ന് മാത്രം. എക്സ്പ്ലെയിൻ എനി ടു ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻ ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഏതെങ്കിലും രണ്ട് ഫാക്ടേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് രണ്ട് ഫാക്ടേഴ്സ്. ഒന്നാമതായിട്ട് നാച്ചർ ഓഫ് ദ കമോഡിറ്റി, രണ്ട് അവൈലബിലിറ്റി ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഓക്കെ, അപ്പോൾ ടു ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ഒന്നാമത്തത് നാച്ചർ ഓഫ് ദ കമോഡിറ്റി, രണ്ട് അവൈലബിലിറ്റി ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. മതി, ബാക്കി എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കിയേക്കാം കേട്ടോ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ. കറക്റ്റ് ഓർക്കുക എന്താണെന്ന് പറഞ്ഞിരുന്നത്. ഷോർട്ട് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ടേം പീരീഡ് ആണ്. നമുക്ക് എല്ലാ ഇൻപുട്സും വേരിയബിൾ അല്ല. ഓക്കെ, ചിലപ്പോൾ ഒരു ഇൻപുട്ട് ഒക്കെ മാത്രമേ അവിടെ വേരിയബിൾ ആയിട്ടുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം ഫിക്സഡ് ആയിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് ലോങ് റൺ ആണെന്നുണ്ടെങ്കിൽ എന്താ പ്രത്യേകത? എല്ലാം അവിടെ വേരിയബിൾ ആയിരിക്കും. ഫിക്സഡ് ആയിട്ടുള്ള സംഭവം അല്ല, എല്ലാം വേരിയബിൾ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിരുന്നാൽ മതി. ഷോർട്ട് ടേം അതേപോലെ തന്നെ ലോങ് റൺ എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഞാൻ ഒരു ടേബിൾ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത്, two individual demand functions are given below. Prepare market demand function and find market demand when price is 3 and 5. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഒന്ന് നോക്കി വെച്ചേക്കുക. P ആണെങ്കിൽ അവിടെ 41 യൂണിറ്റ്സും അതേപോലെ P5 ആണ് എന്നുണ്ടെങ്കിൽ അവിടെ 35 യൂണിറ്റ്സും ആയിട്ട് മാറും. അപ്പോൾ പ്രൈസ് 3 ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് ഡിമാൻഡ് ചെയ്യുന്നത്? 41 യൂണിറ്റ്സ് ആണ്. പിന്നെ 5 ആയിട്ട് അത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് 35 യൂണിറ്റ്സ് ആയിട്ട് അവിടെ കുറയും. ഓക്കെ, സോ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണോ കിട്ടിയതെന്ന് നോക്കിയേക്കുക. അടുത്തത്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്സ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്? ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പേന, ഈ സാധനത്തിന് പ്രൈസ് കൂടി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനത്തിന് പകരം നമ്മൾ വേറൊരു പേന മേടിച്ച് ഉപയോഗിക്കും. കമ്പാരിറ്റീവ്ലി സെയിം പ്രൈസ് ആയിട്ടുള്ളതോ പ്രൈസ് കുറവായിട്ടുള്ളതോ, ദാറ്റ് ഈസ് നോൺ എ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സാധനത്തിന് പകരമായിട്ട് മറ്റൊരു സാധനം ഉപയോഗിക്കാൻ പറ്റിയാൽ ദാറ്റ് ഈസ് നോൺ എ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ബട്ട് ഇൻ കേസ് ഓഫ് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നിർബന്ധമായിട്ടും രണ്ട് സാധനങ്ങൾ ചേർത്ത് വെച്ചാലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനെയാണ് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പെൻ ആൻഡ് ഇങ്ക്. ഏതെങ്കിലും ഒരെണ്ണം മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല, രണ്ടും ഒരുമിച്ച് വേണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ കാർ ആൻഡ് പെട്രോൾ ഓർ ഡീസൽ, രണ്ടും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? അവിടെ കാര്യമുള്ളൂ സ്വാഭാവികമായിട്ടും. എനിക്ക് വണ്ടി മേടിച്ചു തന്ന കഥയൊക്കെ ഞാൻ അന്ന് ലൈവിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണക്ട് ചെയ്ത് വെച്ചോ, ഓർത്ത് വെച്ചോ. എന്തായാലും കോംപ്ലിമെന്ററി ഗുഡ്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് എഴുതാന്ന് പറഞ്ഞിട്ട് അപ്പോൾ എഴുതിയിട്ടുണ്ടാവും എന്തായാലും. സോ ഇതിന്റെ ഡെഫിനേഷൻ ഒന്ന് കാണിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്താണ്, കോംപ്ലിമെന്ററി ഗുഡ് എന്താണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയാം, ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ഈച്ച് അതർ ഇൻ യൂസ്. പിന്നെ അതേപോലെ ടീയും അതേപോലെ കോഫിയൊക്കെ എക്സാമ്പിൾ പറയുന്നതാണ്. കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് യൂസ്ഡ് ടുഗദർ ടു സാറ്റിസ്ഫൈ ആണ്. രണ്ടും വേണം അതിന്റെ യൂസ് ചെയ്തിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ട്. ഫോർ എക്സാമ്പിൾ, കാറും അതേപോലെ പെട്രോളും അതിനൊരു എക്സാമ്പിൾ ആണെന്ന് ഓർത്തിരുന്നേക്കുക. അടുത്തത്, ഡ്രോ എ ഇൻഡിഫറൻസ് കർവ് with the help of the following table. Explain the more important features of the indifference curve. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. ഓക്കെ, ലോക്കസ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് വിച്ച് ഗീവ് ദ ആ ഒരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത് ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ വരച്ച് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കുള്ളൂ നമുക്ക് ആ ഒരു ഇൻഡിഫറൻസ് കർവ് കിട്ടുന്നത്. ആ ഒരു പോയിന്റ് ഇതായിട്ട് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കുള്ളൂ. പിന്നെ അതിന് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. എന്തായാലും നോക്കണം, പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ്. 100% ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ലൈവിൽ എഴുതിയൊക്കെ കാണിച്ചു തന്നിരുന്നതാ. ഇനി രണ്ടാമത്തത്, കോൺവെക്സ് ടു ദ ഒറിജിൻ. മൂന്നാമത്തതായിട്ട്, ഹയർ ഇൻഡിഫറൻസ് കർവ് വിൽ ഗീവ് ദ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. രണ്ട് ഇൻഡിഫറൻസ് കർവ് തമ്മിൽ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യാറില്ല. ഇമ്പോർട്ടന്റ് എന്തായാലും നോക്കണം എന്ന് പറഞ്ഞിരുന്നു.
എഴുതിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഈ സെക്ഷൻസ് കേട്ടോ. ഓക്കെ മതി. അപ്പോൾ ഇൻഡിഫറൻസ് കർവിന്റെ സെക്ഷൻസും പ്രോപ്പർട്ടീസും ഗ്രാഫും നോക്കിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു ഗ്രാഫും കൂടെ വരയ്ക്കാനുണ്ടായിരുന്നു എന്ന് മാത്രം. ഓക്കെ, അതാണ് സാധാരണ വർഷങ്ങളിൽ ചോദിക്കുന്നതും ഈ വർഷം ചോദിച്ചതും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത്, എ ലീനിയർ ഡിമാൻഡ് കർവ് ഈസ് ഗിവൺ ബിലോ, ഫൈൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് പോയിന്റ് എ ബി സി ഡി ഇ. ഇലാസ്റ്റിസിറ്റി എങ്ങനെയാണെന്ന് പറയാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റില് വൈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അവിടെ ഇൻഫിനിറ്റി ആയിരിക്കുള്ളൂ. ഓക്കെ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ബി എന്ന് പറയുന്ന പോയിന്റിൽ മോർ ഇലാസ്റ്റിക് ആണ്. സി എന്ന് പറയുന്ന പോയിന്റിൽ യൂണിറ്റർ ഇലാസ്റ്റിക് ആണ്. ഡി എന്ന് പറയുന്ന പോയിന്റ് ഇൻഇലാസ്റ്റിക് ആണ്. അതേപോലെ അറ്റ് ദ പോയിന്റ് ഇ ആണെങ്കിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ് എന്ന് ഓർത്തിരുതേക്കുക. ഓക്കെ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡെഫിനേഷൻ പഠിച്ചു. അതിനുശേഷം കുറച്ച് ഗ്രാഫുകളും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആ പോയിന്റ് നോക്കിയിട്ട് ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. അടുത്തത്, ഡ്രോ എ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. നമ്മൾ ആ ഒരു ചാപ്റ്റർ എടുത്ത സമയത്ത്, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്റർ എടുത്ത സമയത്ത് ഏറ്റവും ലാസ്റ്റ് ഒരൊറ്റ ഗ്രാഫേ കാണിച്ചു എന്നുള്ളൂ. ഈ ഒരു ഗ്രാഫ് എന്തായാലും നോക്കണം, ഇവന്മാരുടെ പ്രോപ്പർട്ടീസ് നോക്കണം. വേറെ ഒന്നും ആ സെക്ഷനിൽ നോക്കിയില്ലെങ്കിലും ഇവർ തമ്മിലുള്ള കമ്പാരിസൺ എന്തായാലും നോക്കണം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഗ്രാഫേ ആ സെക്ഷനിൽ ലാസ്റ്റ് ലോങ് റണ്ണിൽ കാണിച്ചു തന്നിരുന്നുള്ളൂ. അത് അതേപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചു. അവർ തമ്മിലുള്ള ഏതെങ്കിലും 3 റിലേഷൻഷിപ്പ് എഴുതാൻ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ റിലേഷൻഷിപ്പ് ആണ് LRAC യു ഷേപ്ഡ് ആൻഡ് LRMC കട്ട് LRAC ഫ്രം ദ ബിലോ at its minimum point. അപ്പൊ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു MC കർവ് എപ്പോഴും ഈ പറയുന്ന താഴത്തുനിന്നായിരിക്കുള്ളൂ മുകളിലത്തെ ആൾ എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്. when LRAC is falling, LRMC lies below LRAC. when LRAC is rising, LRMC lies above LRAC. LRMC and LRAC are equal at the minimum point of LRAC, the point of intersection. കേട്ടോ, ഈ ഒരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം മനസ്സിലാകും. LRAC രണ്ടും ഇങ്ങോട്ട് താഴത്തോട്ട് വരുന്നു, രണ്ടും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് നോക്കുക. അതിനുശേഷം LRMC അവന്റെ മിനിമം പോയിന്റിൽ, LRACയുടെ മിനിമം പോയിന്റ്, ലോങ് റൺ ആവറേജ് കോസ്റ്റിന്റെ മിനിമം പോയിന്റിൽ വെച്ചിട്ടായിരിക്കും ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ് എന്ത് ചെയ്യുന്നത്, അവനെ കട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്. ഈ ഒരു സംഭവം കറക്റ്റ് ആയിട്ട് അവിടെ നോക്കിയേക്കണം കേട്ടോ. ഓക്കെ, എക്സ്പ്ലെയിൻ ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ ആൻഡ് ഡിക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ. എന്നാൽ പിന്നെ കോൺസ്റ്റന്റും കൂടെ ചോദിക്കാറുന്നില്ലേ. ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ നമ്മൾ നേരത്തെ കറക്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കിന്റെ ചോദിച്ച സമയത്ത് പറഞ്ഞു തന്നതാ. ഓക്കെ, ഇൻപുട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, അതിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയാൽ ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഇൻപുട്ടിനേക്കാൾ കുറവാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയേക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ അല്ലെങ്കിൽ ഡിക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഇൻപുട്ടിന് ഇക്വാലന്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടിയാൽ അതിനെ നമ്മൾ പറയും കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയും. പൊളി കേട്ടോ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇവന്മാര് തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറയുന്നത്. IRS-ഉം ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിലും ഡിക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ അല്ലെങ്കിൽ ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കിയേക്കുക. പിന്നെ കംപ്ലീറ്റ് ദ ടേബിൾ. പരീക്ഷയുടെ തലേ ദിവസം 100% ഉറപ്പ് പറഞ്ഞ് ഇക്വേഷനും പഠിപ്പിച്ച് സെറ്റാക്കി വിട്ടിരുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും അത് എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു മോഡലിൽ 2 ചോദ്യം ചെയ്തു, മൂന്നാമത്തെ ഒരു ചോദ്യം ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ സഹിതം അവിടെ എഴുതി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ താഴെയും ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാകെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. ഇതിൽ TFC ഒന്നും തന്നിട്ടുണ്ടായില്ല, പക്ഷെ ഇവിടെ TC 20 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ TFC പ്ലസ് TVC ആണ് 20 എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ TVC 0 ആണ് എന്ന് കിട്ടും, TFC അവിടെ 20 ആണ് എന്ന് ആ വഴിക്ക് നമുക്ക് കിട്ടുമായിരുന്നു. TFC ഒരെണ്ണം 20 ആണെങ്കിൽ ബാക്കിയെല്ലാം കിട്ടും. പിന്നെ ബാക്കിയെല്ലാം നേരെ നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അടുത്തത്, എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫോളോയിങ് ഡയഗ്രാം. ഓക്കെ, ഫോളോയിങ് ഡയഗ്രാം. അടുത്തത് നോക്കാം. ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ഒരു ഗ്രാഫാണ് കേട്ടോ. ഏറ്റവും ആദ്യം വരയ്ക്കേണ്ടത് ഒരു ഗ്രാഫാണ്. ഗ്രാഫ് ഞാൻ കാണിച്ചു തരാം. It states that as more units of variable factor combined with a fixed factor, the total product and marginal product and average product initially increase, but eventually MP started decline. അപ്പോൾ നമ്മൾ മോർ ആൻഡ് മോർ യൂണിറ്റ്സ് അതിനോടൊപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലി ഇൻക്രീസ് ചെയ്യുമെങ്കിലും പിന്നെ അത് കുറയും എന്നാണ് പറഞ്ഞേക്കുന്നത്. വേരിയബിൾ ഫാക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സ്റ്റേജ് 1 ഇൻക്രീസിംഗ് റിട്ടേൺ, TP increases at increasing rate, MP rises at is above AP.
ഇതിൽ ഈ എക്സ്പ്ലനേഷൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ആദ്യം ഈ ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ സംഭവം നമ്മളൊരു ടേബിൾ ആയിട്ട് കറക്റ്റ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഈ ഗ്രാഫും വരച്ച് ഈ ടേബിൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് 8 മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. നമ്മുടെ ഇവിടുത്തെ റിവിഷൻ എക്സാമിൽ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിന്റെ ലാസ്റ്റ് ദിവസത്തെ എക്സാമിൽ ഇട്ടിരുന്ന സെയിം എസ്സേ ക്വസ്റ്റ്യൻ ഇതായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കിയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടത്. നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ ഫസ്റ്റ് സ്റ്റേജ്, ഇതാണ് ഇവിടെ സെക്കൻഡ് സ്റ്റേജ്, ഇതാണ് ഇപ്പുറത്തെ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേജിൽ ഡിമിനിഷിംഗ് റിട്ടേൺ, ടി പി ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിംഗ് റേറ്റ്, എം പി ഫാൾസ് ബട്ട് സ്റ്റേസ് പോസിറ്റീവ്, എം പി is equal to AP at AP's maximum. Rational stage of the production, സ്റ്റേജ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ, ടി പി കുറയാൻ തുടങ്ങുന്നു, എം പി നെഗറ്റീവ് ആകുന്നു. ഓക്കെ, അപ്പോൾ ഓരോന്നിലും എന്ത് സംഭവിക്കും എന്നൊരു ടേബിൾ കറക്റ്റ് ലൈവിന്റെ ഇടയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിലും പറഞ്ഞു തന്നിട്ടുണ്ടായി. ആ ടേബിൾ അതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതി വെക്കേണ്ടത്. ഓക്കെ, യെസ്. ആൻഡ് എക്സ്പ്ലെയിൻ ദ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഓഫ് ദ കൺസ്യൂമർ. കൺസ്യൂമർ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്? അതിനൊരു 3 കണ്ടീഷൻസ് ഉണ്ട് കൺസ്യൂമർ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനായിട്ട്. ആ 3 കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് അവിടെ എഴുതി വെച്ചാൽ മതി. ഒന്ന്, ബഡ്ജറ്റ് ലൈൻ ഈസ് ടാൻജന്റ് ടു ദ ഹയസ്റ്റ് അറ്റൈനബിൾ ഇൻഡിഫറൻസ് കർവ്. അതായത് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇൻഡിഫറൻസ് കർവിനോട് ടാൻജന്റ് ആകുന്ന ആ ഒരു പോയിന്റിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാം. MRS സ്ലോപ്പ് ഓഫ് IC, ദ പ്രൈസ് റേഷ്യോ PX by PY, the slope of the budget line correct ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇൻഡിഫറൻസ് കർവ് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ അറ്റ് ദ പോയിന്റ്. ദ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ, ensuring the equilibrium is stable and give maximum satisfaction within the budget constraint. അങ്ങനെയാണ് എന്നുണ്ടെങ്കിലും അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കൺസ്യൂമറിന് ഇക്വിലിബ്രിയത്തിൽ എത്താനായിട്ട് പറ്റും. ആ ഒരു കാര്യമാണ് അവിടെ പറയേണ്ടത്. ഇനി 33ാമത്തെ ചോദ്യം, അവിടെ ലാസ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ ബഡ്ജറ്റ് ലൈനിന്റെ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അതിന് കറക്റ്റ് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു സാധനമാണ് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പഠിക്കണം, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് പഠിക്കണം, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് പഠിക്കണം, സ്ലോപ്പ് പഠിക്കണം, ഇതനുസരിച്ച് ഷിഫ്റ്റ് ചെയ്ത് വരയ്ക്കാൻ പഠിക്കണം. ഇത്രയും കാര്യങ്ങളെ ചോദിക്കുകയുള്ളൂ. കറക്റ്റ് ആ സാധനം. ഒന്ന്, റൈറ്റ് ഡൗൺ ദ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്താ? P1x1 പ്ലസ് P2x2 ഈസ് ഈക്വൽ ടു M എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ഹീസ് ബൈയിങ് 2 ഗുഡ്സ്, ഓറഞ്ച് ആൻഡ് മാംഗോ. ഓറഞ്ച് 20, പ്രൈസ് ഓഫ് ദ മാംഗോ ഈസ് അവിടെ പറഞ്ഞേക്കുന്ന 10 ആണ്. അപ്പോൾ 20x1 പ്ലസ് പിന്നെ രണ്ടാമത്തെ ഏതായിരുന്നു 10x2 is equal to 80. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ മാർക്കായി. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, M/P1 M/P2 കിട്ടും എന്തായാലും. ഡ്രോ ദ ബഡ്ജറ്റ് ലൈൻ, ഇതനുസരിച്ച് ഒരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക, കറക്റ്റ് ആയിട്ട് വരച്ചു വെക്കുക, ബഡ്ജറ്റ് ലൈൻ പ്രോപ്പർ ആയിട്ട് വരയ്ക്കുക, അവിടെ മാർക്ക് കിട്ടി. ഇനി ഓറഞ്ചിന്റെ പ്രൈസ് 40 കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിക്കും? കുറച്ച് ഇപ്പുറത്തോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ആകും, കാരണം ആൾക്കാർ അത്രത്തോളം അത് മേടിക്കൂല. പിന്നെ ദ പ്രൈസ് റിമെയിൻ കോൺസ്റ്റന്റ്, ഓറഞ്ച് 20 ആൻഡ് മാംഗോ 10. ഇൻകം ഓഫ് ദ കൺസ്യൂമർ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിക്കും? അപ്പോഴും അത് ഷിഫ്റ്റ് ആകും. ഓക്കെ, അപ്പോൾ ഇതിലെ ഓരോന്നും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ അവിടെ പറഞ്ഞു. പിന്നെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 4 എന്ന് കിട്ടും, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണെങ്കിൽ 8 എന്ന് കിട്ടും. പിന്നെ സ്ലോപ്പ് ആണെങ്കിൽ -2 എന്നായിരിക്കും. മൈനസ് എന്താ P(x) ബൈ മൈനസ് P1/P2 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ആ സെയിം സാധനം -2 എന്നായിരിക്കും കിട്ടുന്നത്. ബഡ്ജറ്റ് ലൈൻ എന്താണ് സംഭവിക്കുന്നത്? 4 ഓൺ ദ ഓറഞ്ച് ആക്സിസ് ആൻഡ് 0 അറ്റ് ദ മാംഗോ ആക്സിസ്. അത് നമ്മൾ കറക്റ്റ് വരച്ചിരുന്നാൽ മതി. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് വരച്ചേക്കുന്ന സെക്ഷൻ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ആ ചേഞ്ച് വരുന്ന സമയത്ത് ബഡ്ജറ്റ് ലൈൻ്റെ ഷിഫ്റ്റ് എങ്ങനെയാവും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, കൺസ്യൂമറിന്റെ ഇൻകം ചേഞ്ച് ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യം മേടിച്ചിരുന്ന അതേ അളവിൽ എന്ത് ചെയ്യാൻ പറ്റൂല, മേടിക്കാനായിട്ട് പറ്റൂല. അപ്പോൾ ആദ്യത്തത്, പിന്നെ അതേപോലെ വരുമാനം കൂടുമ്പോൾ പിന്നെ ഓറഞ്ചിന്റെ പ്രൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളാണ് അവിടെ കാണിച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക, ഓറഞ്ചും മാംഗോയും പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ ഓറഞ്ച് ആണ് കേട്ടോ, ഓറഞ്ചും ഇതും പറഞ്ഞേക്കുന്നത് നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എക്സാമിന് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 80 ഔട്ട് ഓഫ് 80 സ്കോർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നുള്ള ഒപ്പീനിയൻ നമ്മുടെ വീഡിയോയുടെ താഴെ എല്ലാവരും കമന്റ് ചെയ്യുക. ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഫോളോ ചെയ്തതായിട്ട് മറക്കണ്ട. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററിന്റെ ഒരു ഇമ്പോർട്ടന്റ് ക്ലാസ്സുകളുടെയൊക്കെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ടാറ്റ.